സായുധ സംഘർഷത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ ഇറാനും ഇസ്രായേലും യുഎൻ രക്ഷാസമിതിയിൽ വാക്പോര്. ആണവ ഭീഷണി അവസാനിപ്പിക്കാതെ പിന്മാറില്ലെന്ന് ഇസ്രായേൽ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. Right to self-defense under Article 51 of the UN Charter. Our response have complied fully with international law, including humanitarian law. We have taken all necessary precautions to protect civilians. Iran will continue to exercise this right as long as the Security Council fail to discharge its primary responsibility under the Charter and until the Israeli aggression is fully and unequivocally terminated. Madam President. ജിജിൻ ജയപാൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജിൻ, യുഎൻ രക്ഷാസമിതി ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ അത് ലോകരാജ്യങ്ങളൊക്കെ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വാക്പോരിൽ മാത്രമായി പോകുന്നു അല്ലേ? പൂജ, സമാധാനം വേണമെന്നാണ് UN രക്ഷാസമിതിയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒരു പൊതുനിലപാടായി സ്വീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ എത്രത്തോളം സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അത് വളരെ വിദൂരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഇസ്രായേലിലെയും ഇറാനിലെയും പല പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുകയാണ്. UN രക്ഷാസമിതിയിൽ ഇന്ന് കണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ഒരു നേരിട്ടുള്ള വാക്പോര് തന്നെയായിരുന്നു. ഇസ്രായേൽ പറഞ്ഞത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ നിന്ന് ആണവ പദ്ധതികൾ അവസാനിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറുള്ളൂ, അത്തരത്തിലുള്ള സാധ്യതകളുള്ളൂ എന്ന് ഇസ്രായേൽ പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഏത് വിധേനയും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് നൽകുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലിന് അന്താരാഷ്ട്ര ആണവ ഏജൻസികൾ നൽകുന്നത്. കിലോ കണക്കിന് യുറേനിയം പല ഏജൻസികൾ ആണവ നിലയങ്ങളിലുമുണ്ട്. അതെന്തെങ്കിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. ആക്രമണമുണ്ടായാൽ അത് ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾക്കോ അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ആശങ്ക അന്താരാഷ്ട്ര ആണവ ഏജൻസി പങ്കുവയ്ക്കുന്നു. ഇറാൻ പറയുന്നത് ഈ ആണവ സമ്പുഷ്ടീകരണം കൊണ്ട് എന്തെങ്കിലും ആണവായുധം ഉണ്ടാക്കാനല്ല, ആണവായുധം ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. എന്നാൽ ഈ തരത്തിലുള്ള ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങൾ പ്രശ്നം ഉടനെ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം UN രക്ഷാസമിതിയിൽ മുന്നോട്ട് വെച്ചു. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണമായി വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിടണമെന്ന നിർദ്ദേശമാണ് ഐക്യരാഷ്ട്രസഭയിൽ UN സെക്രട്ടറി ജനറൽ വെച്ചത്. ശരി ജിജിൻ, സമാധാനം അകലെയാണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല ഇരു രാജ്യങ്ങളും.